സോ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നമ്മുടെ ജർമ്മനിയിലെ മ്യൂണിച്ച് അടുത്ത് ഡെഗൻഡോഫ് എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത് ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്കറിയാം, ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചരിത്രമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ നമ്മുടെ ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്. ഇത് പ്ലാറ്റ്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനാണ് കേട്ടോ. സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ യാത്രയിലാണ്. ഈ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1945 അമേരിക്കൻ സോൾജേഴ്സ് വന്ന് ക്യാമ്പ് കീഴടക്കുന്നത്. അപ്പോൾ അതുവരെ ഏകദേശം 50,000-ഓളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതായത് ഈ ക്യാമ്പിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സത്യം പറയാമല്ലോ, മനസ്സ് തന്നെ നമുക്ക് മടുത്തു. അതുപോലത്തെ രീതിയിലാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ മുമ്പോട്ടുള്ള വീഡിയോയിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പറ്റും. എന്തൊക്കെ രീതിയിലാണ് അവർ മരണത്തിനിരയായത്, എന്തൊക്കെ തരം പീഡനങ്ങളായിരുന്നു അവർക്ക് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളതും, അതേപോലെ തന്നെ മെഡിക്കൽ പർപ്പസ് തന്നെ ഉപയോഗിക്കുക, അതൊക്കെ നമുക്ക് ശരിക്കും മനസ്സ് തന്നെ മടുക്കുക. അപ്പോൾ നമ്മളിതാ ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് ബസ്സിൽ വന്നിറങ്ങുകയാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ഡക്കാവ് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് നമ്മൾ ഈ ബസ്സിന് തന്നെ കയറി ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു യാത്രയാണ്. ഇതെല്ലാം നമ്മുടെ ജർമ്മനിയിൽ കാണുന്ന തരം വീടുകളാണ് കേട്ടോ. റൂഫ് എല്ലാമേ സ്ലൈഡിങ് റൂഫുകളായിരിക്കും. അതായത് ഈ മഞ്ഞ് വീഴുമ്പോൾ അതിനെ എളുപ്പത്തിൽ നീക്കം ചെയ്യാനാണ് ഈ സ്ലൈഡ് റൂഫ്. അപ്പോൾ ഇത് ക്യാമ്പിലോട്ടുള്ള എൻട്രൻസിൻ്റെ ഭാഗമാണ്. ഇവിടുന്ന് ആ ഒരു ബസ് ഇറങ്ങി കുറച്ച് നടന്നു പോയിട്ട് വേണം നമ്മൾക്ക് ക്യാമ്പിലോട്ട് കയറാൻ. ഡയറക്റ്റ് ക്യാമ്പിലോട്ടല്ല ബസ് എന്ന് നിൽക്കുന്നത്. ഇതാണ് എൻട്രൻസ്. നമ്മളപ്പോൾ ആ എൻട്രൻസിൻ്റെ അടുത്തോട്ട് പോയി നമ്മൾ ക്യാമ്പിനകത്തോട്ട് കിടക്കുമ്പം തന്നെ അവിടെ യഥാർത്ഥത്തിലൊരു മരണത്തിൻ്റെ ഗന്ധമാണ് ഈ നിലനിൽക്കുന്നത്. നമുക്ക് ഈ ഗ്രൗണ്ടുകളും കെട്ടിടങ്ങളും കാണുമ്പം തന്നെ അവിടെ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെ അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നു. അപ്പോൾ നമുക്കൊട്ടും തന്നെ ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വീഡിയോ പോസായി ആ എഴുതി വെച്ചേക്കുന്നത് വായിച്ച് നോക്കണം കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പീഡനത്തിൽ നിന്ന് അമേരിക്കൻ സോൾജേഴ്സ് ഇവരെ രക്ഷിച്ചതിൻ്റെ എന്നും നിലനിൽക്കുന്ന ഒരു സ്മാരകമായിട്ട് ഈ കെട്ടിടം എപ്പോഴും തുടരണം എന്നതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു ഫലകത്തിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അകത്തുള്ള വിസിറ്റിംഗ് പ്ലേസസ് ആണ് കേട്ടോ. അതായത് അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഓരോ മ്യൂസിയം പോലെ അവരാക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ അകത്തെല്ലാം ധാരാളം ചരിത്രങ്ങൾ. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലല്ല അവിടുത്തെ കാഴ്ചകൾ. ഈ കാണുന്നത് ആനി ഫ്രാങ്ക് ആണ് കേട്ടോ. ആനി ഫ്രാങ്കിൻ്റെ ഒരു ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ചരിത്രമേ ഉള്ളൂ കേട്ടോ. ആനി ഫ്രാങ്ക് ഒരിക്കലും ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കെട്ടിടം, പല പല കെട്ടിടങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ സ്ലീപ്പിംഗ് ബങ്കേഴ്സ് ഉണ്ട്, മറ്റ് നോർമലായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, ഇവരെ പീഡനത്തിന് ഇരയാക്കിയിരുന്ന മുറികളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് സ്ലീപ്പിംഗ് ബങ്കേഴ്സ് ഉണ്ട്. അതായത് എങ്ങനെയായിരുന്നു ഈ തടവുകാരെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാസി പാർട്ടിയുടെ അവരുടെ യുദ്ധ നയങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും എതിരായി പ്രവർത്തിച്ചിരുന്ന നാസികളായിരുന്നവർ പോലും, ഇതുകൂടാതെ രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗത്തുനിന്ന് വന്നവർ, അതായത് ഇമിഗ്രൻസ് ആയിട്ട് വന്നവർ, അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജൂതന്മാർ, ഇവരെയൊക്കെയായിരുന്നു നാസി പാർട്ടികൾ അംഗങ്ങൾ യുദ്ധ തടവുകാരായി വെച്ചിരുന്നത്. അതേപോലെ തന്നെ പ്രിസണേഴ്സ് ഓഫ് വാറും ഈ തടവുകറയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ട് അമേരിക്കൻ സോൾജിയേഴ്സ് വരുന്നതിന് തൊട്ട് മുന്നേ നശിപ്പിച്ച് കളഞ്ഞതാണ്. അതായത് അവിടെ എല്ലാം കെട്ടിടങ്ങളായിരുന്നു. നമ്മൾ അത് ഞാൻ ഡീറ്റെയിൽ ഇട്ട് കാണിച്ചിട്ടില്ല. 1, 2 എന്ന അക്കം എഴുതി ഏകദേശം 26ഓളം ഒരു ലൊക്കേഷൻസാണത്. ആ കാണുന്ന തട്ടായിട്ടുള്ള 26 ലൊക്കേഷൻസിൽ ഏകദേശം 26 ഈ കാണുന്ന പോലെ കെട്ടിടങ്ങളായിരുന്നു. അവിടെ എല്ലാം ഈ തടവുപുള്ളികളായിരുന്നു എന്നതാണ് ചരിത്രം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വിഷമകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളതാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കാനായിട്ട് നാസി പാർട്ടി അംഗങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നെന്ന് അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ചരിത്രം ആരും അറിയാതിരിക്കാൻ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നു. കാരണം അതിനുമാത്രം ഡാർക്കാണ് ആ ചരിത്രം. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ചുറ്റോടുമുള്ള കുറേ കെട്ടിടങ്ങളാണ് കേട്ടോ. ഇതിൽ പള്ളികളുണ്ട്. അതൊരു പക്ഷേ പുതുക്കി ഈയിടെ പണിതതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ്. പള്ളികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ട് ചർച്ചസ് ഉണ്ടായിരുന്നതായിട്ടൊരു എനിക്കൊരു അറിവില്ല. ഇത് നമ്മൾ കാണുന്നത് പുതിയ പ്രിസണേഴ്സ് കൊണ്ടുവരുമ്പോൾ അവരെ സാനിറ്റൈസ് ചെയ്യാൻ, അതായത് അവരെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ്. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഡാർക്ക് വശം. കാരണം ഇതാണ് ഗ്യാസ് ചേമ്പർ. അതായത് തടവുപുള്ളികൾ വന്നതിന് ശേഷം അതിൽ വയ്യാത്തവരെയും
അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തവരായിട്ടുള്ളവരെയും അതേപോലെ നിയമങ്ങൾ പാലിക്കാത്തവരെയും ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുവന്ന് അവിടുന്ന് വിഷപ്പുക ശ്വസിപ്പിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു ബോഡി കത്തിക്കുന്ന ഭാഗമാണ്. അവിടെ കൊണ്ടുവന്ന് ബോഡി കത്തിച്ച് കളയും. ഇതായിരുന്നു ഇവരുടെ ഒരു രീതി കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്നത്. ആ ഒരു ചരിത്രം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വിഷമം തോന്നും. അതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഗേറ്റ് കടന്ന്, ഇതാണ് അതിൻ്റെ ബൗണ്ടറി ഈ കാണുന്നത്. ഇത് കടന്ന് ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ ആ ടവറല്ലേ, ആ ടവറിൽ നിന്നുകൊണ്ട് ഇവർ വെടിവെക്കും. അപ്പോൾ ആ ടവറിൽ നിന്നുള്ള വെടി കൊള്ളാൻ വേണ്ടി തന്നെ ഈ ക്യാമ്പിലെ പീഡനം സഹിക്കാതെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഓടി വന്നവരുടെ എണ്ണം തന്നെ വളരെയധികമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്നും ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഈടായിട്ടാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, എസ്പെഷ്യലി ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നും നിലനിന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്രയിലാണ് കേട്ടോ. ഡക്കൗ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഏകദേശം ജർമ്മനിയിലെ മ്യൂണിക് എന്ന ലൊക്കേഷനിൽ നിന്നും വെറും അരമണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ഊബാൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ കയറിയാൽ നമുക്ക് നിസ്സാരമായിട്ട് എത്താനുള്ള ലൊക്കേഷനേ ഉള്ളൂ. എല്ലാവർക്കും, ജർമ്മനിയിലുള്ളവർക്കെല്ലാം ഒന്ന് പോയി കണ്ടുവരാൻ പറ്റുന്നതാണ്. കാരണം ഒരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ചരിത്രം അറിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ്. ഡക്കാവിലെ മനസ്സലിയിപ്പിക്കുന്ന ഓർമ്മകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് ഏകദേശം 2.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ജർമ്മനിയിലുള്ളവരും വരാനിരിക്കുന്നവരെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പ് വന്ന് കാണുക, ആ ഓർമ്മകളൊക്കെ മനസ്സിൽ പതിപ്പിക്കുക. ഓക്കെ.